ആണ്ടുവട്ടം 5-ാം വാരം വ്യാഴം. തിരുവചനം. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയുടെ കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണത്തിൻ്റെ ബാക്കി തിന്നാറുണ്ടല്ലോ. മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാം തിരുവചനം. പലരും പറയും, പ്രാർത്ഥിച്ചാലും നടക്കില്ല, തലയിലെഴുത്ത് ഇങ്ങനെ ആയിപ്പോയി. എന്നാൽ ദൈവം പറയും, അങ്ങനെയല്ല, ഞാൻ തീരുമാനിച്ചാലും നടക്കില്ല. വിശ്വാസികൾ പ്രാർത്ഥിച്ച് എൻ്റെ തീരുമാനം മാറ്റുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ൽ യേശുവിൻ്റെ തിരുവചനം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതിന് തൊട്ടു മുമ്പുള്ള 23-ാം തിരുവചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. മരണം അടുത്തു, നന്നായി ഒരുങ്ങുക എന്ന് യേശയ്യാ ആവശ്യപ്പെട്ടപ്പോൾ ഹിസ്ക്കിയാ രാജാവ് ചുമരിനോട് മുഖം തിരിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ച ഹിസ്ക്കിയാ ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് യേശയ്യായെ വീണ്ടും വിളിച്ചു പറഞ്ഞു, രാജാവിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടു, രാജാവിൻ്റെ ആയുസ് 15 വർഷം കൂടി നീട്ടിയിരിക്കുന്നു.